വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗോസസ് തിയറത്തിനെ പറ്റിയാണ്. നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ അപ്ലിക്കേഷൻസാണ്. ഓക്കെ, അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ലൈൻ ചാർജ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് ആയിക്കോട്ടെ, എത്ര ലോങ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഓക്കെ, ഇതൊരു ലൈൻ ചാർജാണ്. ലൈൻ ചാർജ്, യൂണിഫോംലി ചാർജ്ഡ് ആയ ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ചാർജാണിത്. ഇത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഗോസസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഗോസസ് തിയറം നമുക്ക് എല്ലാ കേസിലും അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സിമെട്രി സംഭവം വേണം. നോക്കാം, പറയാം. അതായത് ഇത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഒരു പോയിന്റിലുണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണുമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഗോസസ് തിയറത്തിൽ പറയുന്നത് ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ ആദ്യം സ്യൂട്ടബിളായ ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. സ്യൂട്ടബിളായ ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. നമ്മൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡല്ലേ കാണുന്നത്. അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നത്, ആ പോയിന്റ് എവിടെയായിരിക്കണം എന്ന് വെച്ചാൽ സ്യൂട്ടബിളായ ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. അത് പറയാം എങ്ങനെയുള്ള ഗോസിയൻ സർഫസ് എടുക്കേണ്ടതെന്ന്. എന്നിട്ട് ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണോ കാണുന്നത്, നമ്മൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ് ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ വരണം. ഓക്കെ, അപ്പോൾ ആദ്യം സ്യൂട്ടബിളായ ഒരു ഗോസിയൻ സർഫസ് എടുക്കുക. പിന്നെ ലൈൻ ചാർജ് ഗോസിയൻ സർഫസിൻ്റെ മിഡിലായിട്ട് കിട്ടണം. ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണോ കാണുന്നത് ആ പോയിന്റ് ഗോസിയൻ സർഫസിൻ്റെ മുകളിലായിരിക്കണം. എന്നിട്ട് ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ ആദ്യം ഒരു സ്മോൾ ഏരിയ എടുക്കുക ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ. എന്നിട്ട് സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണുക. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണുക. ഓക്കെ, പിന്നെ ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ഗോസിയൻ സർഫസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ്. ഓക്കെ, പറയാം, ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്യൂട്ടബിളായ ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. ഇവിടെ സ്യൂട്ടബിളായ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ലൈൻ ചാർജുമായിട്ട് മാച്ച് ചെയ്യുന്നത് സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് എടുക്കുക. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. അപ്പോൾ ആ പോയിന്റ് ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ വരണം. ഓക്കെ, ലൈൻ ചാർജ് ഗോസിയൻ സർഫസിൻ്റെ സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് ആണല്ലോ. അപ്പോൾ ലൈൻ ചാർജ് അലോങ് ദ ആക്സിസ് ആണ്. ലൈൻ ചാർജ് എത്ര ലോങ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത് എത്ര ലോങ് ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. ഓക്കെ, ഇത് ഇത്ര ലോങ് ആണെന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ ഗോസിയൻ സർഫസ് ഒന്നും എടുക്കണ്ട. ഒരു ഗോസിയൻ സർഫസ് എടുക്കുക കുറച്ച് പാർട്ടിൽ. എന്നിട്ട് ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആയിട്ട് R എടുത്തു, ഇതിൻ്റെ ലെങ്ത് ആയിട്ട് L എടുത്തു. സിലിണ്ടറിൻ്റെ ലെങ്ത് L ആണ്. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ ഒരു സ്മോൾ ഏരിയ എടുത്തു, സ്മോൾ ഏരിയ DS എടുത്തു. ഓക്കെ, എന്നിട്ട് ആ സ്മോൾ ഏരിയയിലൂടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയല്ലേ പാസ് ചെയ്യുക. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അവേ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയല്ലേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഓക്കെ, ഈ സിലിണ്ടറിൻ്റെ ഇതിലൂടെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ രൂപത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ലല്ലോ, കാരണം പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ എവേ ആയിട്ടല്ലേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. എന്നാൽ ഈ ഭാഗത്തൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകില്ല. എന്നാൽ ഇതിലൂടെ ഇലക്ട്രിക് ഫ്ലക്സ് ഇല്ല. അതുപോലെ ഈ ഭാഗത്തൂടെയും ഇതിലൂടെ ഇങ്ങനെയും ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അങ്ങോട്ടേക്കാണ് ഉണ്ടാവും, ഇതിലൂടെ ഉണ്ടാവില്ല. ഇതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ്, ഇങ്ങനെയുള്ള കേർവ്ഡ് സർഫസിലൂടെയാണ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു സ്മോൾ ഏരിയ എടുത്തു. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഈ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ്, ഇങ്ങനെയുള്ള കേർവ്ഡ് സർഫസിലൂടെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്മോൾ ഏരിയ എടുത്തു. സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. അപ്പോൾ ഇതിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മളെങ്ങനെ ഏരിയ വെക്ടർ വരയ്ക്കുക? ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് പുറത്തേക്ക് വരയ്ക്കുന്ന വെക്ടറിൻ്റെ പേരായിരുന്നു ഏരിയ വെക്ടർ അല്ലേ. അപ്പോൾ ഇവിടെ ഏരിയ വെക്ടർ ഇങ്ങനെ വരും. സോ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനാണ്. സോ തീറ്റ 0 ഡിഗ്രി കിട്ടും.
ഇങ്ങനെയെല്ലാം കിട്ടുന്ന കേസിൽ നമുക്ക് ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ കേസിലും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇതുമായിട്ടൊരു സിമെട്രി, സിലിണ്ടർ ഇതുമായിട്ടൊരു സിമെട്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനത്തെ കേസിൽ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഗോസസ് തിയറം എല്ലാ കേസിലും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനാണ്. ഇപ്പം ഇങ്ങനെയുള്ളൊരു ലൈൻ ചാർജ് വിചാരിക്കും, ഇങ്ങനെയുള്ളൊരു ലൈൻ ചാർജ്, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഗോസസ് തിയറം ഉപയോഗിച്ച് പറ്റൂല. സ്ട്രെയിറ്റ് ലൈൻ ചാർജ് ആയിരിക്കണം, സ്ട്രെയിറ്റ് യൂണിഫോമിലി ചാർജ്ഡ് ലൈൻ ചാർജ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, എത്ര ലോങ് ആണെങ്കിലും. അപ്പോൾ ഇവിടെ ഈ സ്മോൾ ഏരിയ ഡി എസ് ആണ്. അപ്പോൾ സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോയ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ അല്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ ഡി എസ്, ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ ഡി എസ്. ആ സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോമുല എന്തായിരുന്നു? ഇ ഡോട്ട് ഡി എസ് എന്ന് വെച്ചാൽ ഇ ഡി എസ് കോസ് തീറ്റ. ആര് തമ്മിലുള്ള ആംഗിളായിരുന്നു? തീറ്റ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ 0 ഡിഗ്രി ആണ്. സോ ഇ ഡി എസ് കോസ് 0 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ഇ ഡി എസ്. ഇതാണ് ആ സ്മോൾ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണമെങ്കിൽ ഇത് സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണമെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദർഫോർ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് അത് കാണാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഇ ഡി എസ്. ഓക്കെ, നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ ഗോസിയൻ ഈ ഡിസ്റ്റൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം അല്ലേ. അതുകൊണ്ട് ഈ ഗോസിയൻ സർഫസിൻ്റെ മുകളിലെല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ഇതിൻ്റെ മുകളിലെല്ലാം ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇവിടെയെല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ആ അർത്ഥത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കേണ്ടത് ടേക്ക് ഔട്ട് സൈഡ്. ഞാൻ പറഞ്ഞ അകലത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയുമേ. ഞാൻ പറഞ്ഞ ഈ സിലിണ്ടറിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ എല്ലാടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. സോ ഇൻ്റഗ്രൽ ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ ആണ്. സ്മോൾ ഏരിയ സിലിണ്ടറിൻ്റെ മുകളിലുള്ള സ്മോൾ ഏരിയ ആണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. ടോട്ടൽ ഏരിയ എടുക്കുമ്പം സിലിണ്ടറിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഏരിയ, ഈ ഏരിയ പൈ ആർ സ്ക്വയർ അല്ലേ വരിക. ആ ഏരിയയും ഈ ഏരിയ എടുക്കണ്ട. കാരണം ആ രണ്ട് ഏരിയയിലൂടെ ഇതിലൂടെ ഇങ്ങനെ ഇലക്ട്രിക് ഫ്ലക്സ് ഇല്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇലക്ട്രിക് ഫ്ലക്സ് പോകുന്നത് ഈ സർഫസിലൂടെയാണ്. നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യുന്ന ഏരിയ എടുത്താൽ പോരെ. എന്നാൽ ഈ ഭാഗത്തൂടെയല്ല ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നത്, ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ എടുക്കണ്ടു. ഒരു സിലിണ്ടറിൻ്റെ ഇങ്ങനെ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 2πRH ആണ്. എച്ചിന് പകരം നമ്മൾ ലെങ്ത് അല്ല എടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയ 2πRL ആണ്. അപ്പോൾ ഡി എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത ടോട്ടൽ ഏരിയ എടുക്കുമ്പോൾ ഈ ഭാഗത്തിൻ്റെ ഏരിയ എടുത്താൽ മതി, ഇങ്ങനെയുള്ള ഏരിയ എടുത്താൽ മതി, കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എടുത്താൽ മതി. അതിലൂടെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഏരിയ 2πRL ആണ്. ഇപ്പോൾ സ്മോൾ ഏരിയ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഏരിയ കിട്ടും. ടോട്ടൽ ഏരിയ ഏത് ഏരിയ എടുക്കണം? ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യുന്ന ഏരിയ, അത് ഈ ഏരിയ ആണ്, ഇങ്ങനെയുള്ള കർവ്ഡ് സർഫസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അത് 2πRL ആണ്. അപ്പോൾ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ടോട്ടൽ ഏരിയ എഴുതി, ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യുന്ന ടോട്ടൽ ഏരിയ എഴുതി. അപ്പോൾ ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിലൂടെ പാസ് ചെയ്ത ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആയത്. ഇനി ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബൈ ഗോസസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നായിരുന്നു. 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ്. എന്താണ് ചാർജ് എൻക്ലോസ്ഡ്? ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫസ് ഉണ്ടല്ലോ, ഈ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് എടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജിനെയാണ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. അതാ പറഞ്ഞത് ഇത് എത്ര ലെങ്ത് ആയാലും കാര്യമൊന്നുമില്ല. ഒരു സിലിണ്ടർ നിങ്ങൾ വരക്കുമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എടുക്കണ്ടു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജിനെയാണ്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ചാർജിനെയാണ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചാർജ് എൻക്ലോസ്ഡ്.
ഇത് ലൈൻ ചാർജ് ആണ് അല്ലേ. ലൈൻ ചാർജ് ആകുമ്പം ചാർജ് എൻക്ലോസർ എന്ന് പറയുന്നത്, ലൈൻ ചാർജ് ആകുമ്പം നമ്മളൊരു ടേം പഠിച്ചിട്ടുണ്ട് ലാംഡ. ലാംഡേൻ്റെ പേരാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി. ലൈൻ ചാർജ് ഡെൻസിറ്റി, ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ക്യൂ ബൈ എൽ എന്നാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ക്യൂ ബൈ എൽ. അപ്പോൾ ഇത്ര ഭാഗത്തിൻ്റെ ചാർജ് എടുക്കുമ്പോൾ, ഈ ചാർജ് എടുക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എടുത്താൽ മതി. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് എൻക്ലോസർ ബൈ അതിൻ്റെ ലെങ്ത് വരും. ഈ ഭാഗത്തിൻ്റെ ലെങ്ത് എല്ലാണല്ലോ. എത്ര ചാർജാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ലെങ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചാർജ് എടുക്കുമ്പോൾ ഇതിനനുസരിച്ചുള്ള ലെങ്ത് എടുക്കണം ബൈ എൽ. അപ്പോൾ ചാർജ് എൻക്ലോസർ എത്രയാ? ലാംഡ എൽ. ചാർജ് എൻക്ലോസർ എന്ന് പറഞ്ഞാൽ ലാംഡ എൽ ആണ്. ഇനി നമ്മൾ കണ്ടുപിടിച്ചു ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോർമുല E × 2πRL ആണ്. സോ ഇറ്റ് ഈസ് E × 2πRL. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസർ. ചാർജ് എൻക്ലോസർ ഇതാ ലാംഡ എൽ. ചാർജ് എൻക്ലോസർ എന്ന് വെച്ചാൽ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ്, അത് ലാംഡ എൽ ആണ്. സോ എൽ ആൻഡ് എൽ ക്യാൻസൽ. സോ E ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2πR, ടേക്ക് ദാറ്റ് സൈഡ്, ലാംഡ ബൈ 2πRε0 ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2πRε0. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ് അല്ലേ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആ വരിക. അപ്പോൾ ഡിസ്റ്റൻസിലേക്ക് പോകുന്തോറും R കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും. അപ്പോൾ ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒന്നല്ല. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് അകലത്തേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നുണ്ടല്ലോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡും ആറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ആറും എടുത്താൽ R ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുക. R കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ, ഇതിപ്പോൾ ലൈൻ ചാർജ് അല്ലേ, യൂണിഫോമലി ചാർജ് ലൈൻ ചാർജ് അല്ലടാ, ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ചാർജ് അല്ലേ. ലൈൻ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ കണ്ടത്. ഇപ്പോൾ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ, ജസ്റ്റ് ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല 1/4πε0 Q/R² ആയിരുന്നു അല്ലേ. പോയിന്റ് ചാർജ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിട്ടുണ്ട്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആ ആക്സിയൽ ലൈൻ ഇക്വറ്റോറിയൽ ലൈൻ എല്ലാം ചെയ്തില്ല നമ്മൾ. ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R³ ആയിരുന്നു. പക്ഷേ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ചാർജ്, യൂണിഫോംലി ചാർജ്ഡ് ലൈൻ ചാർജ്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ഓക്കെ, അപ്പോൾ ഗോസ് തിയറത്തിൻ്റെ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. എന്താണ് സ്ഫെറിക്കൽ ഷെൽ? സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോൾ ഹോളോസ്ഫിയർ ആണ് അല്ലേ. ഹോളോസ്ഫിയർ ആണ്. അപ്പോൾ ഇതൊരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലാണ്. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. യൂണിഫോംലി ചാർജ്ഡ് ആയ ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ്, ഒരു ഹോളോസ്ഫിയർ ആണ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം നമ്മൾ. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഇതിൻ്റെ മുകളിലുള്ള മൊത്തം ചാർജിനെ ഞാൻ Q എന്ന് വിളിച്ചു. ആ Q എന്ന് പറയുന്നത് പോയിന്റ് ചാർജ് അല്ലേ, ഹോളോസ്ഫിയർ ആണ്. അതുകൊണ്ട് ഉള്ളിൽ ചാർജ് ഇല്ല, സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവൂ. ഹോളോ അല്ലേ. അപ്പോൾ ഇതൊരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സർഫസ് ചാർജ്, കാരണം സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഹോളോസ്ഫിയർ ആണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലുള്ള മൊത്തം ചാർജിനെ ഞാൻ Q എന്ന് വിളിച്ചു. ടോട്ടൽ ചാർജ് ആണ് Q. അപ്പോൾ Q എന്ന് വെച്ചാൽ പോയിന്റ് ചാർജ് ഒന്നല്ല, ഇതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ചാർജിനെയാണ് നമ്മൾ Q എന്ന് വിളിക്കുന്നത്. Q ഇസ് നോട്ട് എ പോയിന്റ് ചാർജ്, ടോട്ടൽ ചാർജ് ആണ് Q. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത് 3 സ്ഥലത്താണ്. ഒന്ന് ഔട്ട്സൈഡ്, ഒന്ന് ഓൺ ദ സർഫസ്, പിന്നെ ഇൻസൈഡ്. ഈ 3 സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോകുന്നത്. ഔട്ട്സൈഡ്, ഓൺ ദ സർഫസ്, ഇൻസൈഡ്. ഇപ്പോൾ ഔട്ട്സൈഡിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഗോസസ് തിയറത്തിൽ എന്താ പറയുന്നത്? അനുയോജ്യമായ ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസ് ഇതാണ്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന സൂട്ടബിൾ ആയ ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കുക. ഗോസിയൻ സർഫസ് വരയ്ക്കുന്ന ഈ സാധനം സിമെട്രിക് ആയിട്ട് ഇവിടെ വരണം. പിന്നെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണോ കാണുന്നത് ആ പോയിന്റ് എവിടെ വരണം? ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ വരണം. അപ്പോൾ ഈ പോയിന്റ് ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ വരണം. ഇതിൻ്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എടുത്തു, ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ r എടുത്തു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അനുയോജ്യമായ ഗോസിയൻ സർഫസ് എടുത്തിട്ട്
അതിൻ്റെ മുകളിൽ ഒരു സ്മോൾ ഏരിയ എടുക്കണം. ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ ഒരു സ്മോൾ ഏരിയ എടുക്കണം, DS. സ്മോൾ ഏരിയ എടുത്തിട്ട് അതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് പാസ് ചെയ്യുക? ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എവേ ആണ്. ഇനി ഇവിടെ നമ്മൾ ഏരിയ വെക്ടർ എങ്ങനെ വരയ്ക്കുക? ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടർ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഗോസ് തിയറത്തിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിൽ കിട്ടണം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ θ 0 ഡിഗ്രി. അപ്പോൾ നമ്മളൊരു സ്മോൾ ഏരിയ എടുത്തു. ഇനി ആ സ്മോൾ ഏരിയയിലൂടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് കാണാം. അതിലൂടെ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കാണാം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ, അത് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്? ആദ്യം ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് ആകുമ്പം സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്. സ്മോൾ ആർ എന്ന് വെച്ചാൽ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ്, അത് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണല്ലോ ഈ കേസിൽ. ഓക്കെ, ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഗോസിയൻ സർഫസിൻ്റെ മുകളിൽ ആണ് എപ്പോഴും സ്മോൾ ഏരിയ എടുക്കേണ്ടത്. എന്നിട്ട് ആ സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണാം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ DS. സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണുക? EDS cos θ. EDS cos θ. ആര് തമ്മിലുള്ള ആംഗിളായിരുന്നു തീറ്റ? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ 0 ആണ്, cos 0 1 ആണ്. സോ ഇറ്റ് ഈസ് EDS. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ. ഓക്കെ, ദർഫോർ ഇനി എന്ത് കാണണം? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ആ ഗോസിയൻ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ, അതാണ് ടോട്ടൽ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അല്ലേ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ഇത് സ്മോൾ ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ EDS. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് കൊടുക്കാം, കാരണം ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്, സ്ഫിയർ ആണ്, സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ആണ്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അകലത്തേക്ക് പോകുന്നതിന് കുറയുന്നുണ്ടാവും, പക്ഷേ ഇതിൻ്റെ മുകളിലെല്ലാവരും ഗോസിയൻ സർഫസിൻ്റെ മുകളിലെല്ലാവരുടെയും ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ടേക്ക് ഔട്ട് സൈഡ് E ഇൻറ്റു ഇൻ്റഗ്രൽ DS. DS എന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്മോൾ ഏരിയ ആണ്. ഗോസിയൻ സർഫസിൻ്റെ മുകളിലുള്ള സ്മോൾ ഏരിയ ആണ് DS. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. ആരുടെ ടോട്ടൽ ഏരിയ? ഈ ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ഫിയർ അല്ലേ, അപ്പോൾ 4πr² വരും. സ്മോൾ ആർ ആണ് അതിൻ്റെ റേഡിയസ്. സോ E ഇൻറ്റു 4πr² വരും, സ്മോൾ r². ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ഇനി ഗോസസ് തിയറം എന്താ പറയുന്നത്? ബൈ ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് ഈക്വൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നായിരുന്നു. എന്തായിരുന്നു ചാർജ് എൻക്ലോസ്ഡ്? ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ്, ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജാണ്. ഇതിൻ്റെ ഉള്ളിലാണല്ലോ ചാർജ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ മൊത്തം ചാർജ്. അതിന് നമ്മൾ ആദ്യം പറഞ്ഞാൽ അത് മൊത്തം ചാർജ് Q ആണെന്ന്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ Q ആണ്. Q എന്ന് വെച്ചാൽ പോയിന്റ് ചാർജ് അല്ലേ, ഇതിൻ്റെ മുകളിൽ വരുന്ന മൊത്തം ചാർജ്, ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ്, ഈ ടോട്ടൽ ചാർജ്. അതിന് നമുക്ക് Q ആണല്ലോ. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ Q തന്നെയാണ്. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? E ഇൻറ്റു 4πr² ആണ്. ഈക്വൽ 1/ε0 ഇൻറ്റു ഇവിടെയുള്ള ചാർജ് എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് Q. ബട്ട് Q ഈസ് നോട്ട് എ പോയിന്റ് ചാർജ്. ഇതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ചാർജ് ആണ് Q. സോ ടേക്ക് 4πr² ദാറ്റ് സൈഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ 1/ ഫസ്റ്റ് 4π ഇതിൻ്റെ കൂടി എഴുതിയാൽ 4πε0, r² കൂടി പോയാൽ Q/r². ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല. എവിടെ? ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇതാ എന്തിൻ്റെ പോലത്തെ ഫോമുലയാണ്? ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ഒരു പോയിന്റ് ചാർജ് വെച്ചാൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/r² ആയിരുന്നില്ലേ? അപ്പോൾ ഇത് പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പോലെയാണ് ഇതിൻ്റെ ഇക്വേഷൻ. പക്ഷേ Q പോയിന്റ് ചാർജ് അല്ല, പോയിന്റ് ചാർജിൻ്റെ പോലത്തെ ഇക്വേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ്. ബട്ട് Q ഈസ് നോട്ട് എ പോയിന്റ് ചാർജ്. Q എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലുള്ള മൊത്തം ചാർജാണ് Q.
ഇനി വേണമെങ്കിൽ ഒന്ന് ക്യൂനെ മാറ്റുകയാണെങ്കിൽ ഇത് ഹോളോസ്ഫിയർ ആയതുകൊണ്ട് ഇത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾ സിഗ്മ എടുക്കുക. സിഗ്മ ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ എന്നാണ്, ക്യൂ ബൈ എ. അപ്പോൾ ക്യൂ ഈക്വൽ ടു സിഗ്മ എ എന്നാണ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ. നമ്മൾ ക്യൂ കാണുമ്പോൾ ഏത് ഏരിയ എടുക്കുക? ക്യൂ ഉള്ളത് ഏത് ഏരിയ അല്ല, ഇതിൻ്റെ മുകളിലാണ് ക്യൂ ഉള്ളത്. നേരത്തെ നമ്മൾ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4πr². ഡി എസ് ഉള്ളത് എവിടെയാണ്? ഗോസിയൻ സർഫസിൻ്റെ മുകളിലാണ് ഡി എസ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗോസിയൻ സർഫസിൻ്റെ ഫുൾ ഏരിയ എടുക്കണം. പക്ഷേ ക്യൂ കാണുമ്പോൾ ക്യൂ ഉള്ളത് എവിടെയാണ്? ക്യൂ ഇതിൻ്റെ മുകളിലാണുള്ളത്, ചാർജ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ അല്ലേ എടുക്കേണ്ടത്. ഇനി സിഗ്മ എടുക്കാൻ കാരണം ഇത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഏരിയ എടുക്കുമ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് എടുക്കേണ്ടത്, കാരണം ക്യൂ ഉള്ളത് ഈ ഏരിയയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ 4πr². ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0. ക്യൂവിന് പകരം സിഗ്മ ഇൻറ്റു 4πr² ബൈ സ്മോൾ r². 4π ക്യാൻസൽ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ത് കിട്ടും? ക്യാപിറ്റൽ R² സിഗ്മ ബൈ സ്മോൾ r²ε0. സോ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ഇതിൻ്റെ റേഡിയസ് ആണ്. സ്മോൾ ആർ, അപ്പോൾ ഈ സ്മോൾ r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എവിടെ? ഔട്ട്സൈഡിലുള്ള. ഇനി സ്മോൾ ആർ അളക്കേണ്ടത് എവിടെ മുതലാണ്? ഇതിൻ്റെ സെൻറ്റർ മുതലാണ്, സ്ഫിയറിൻ്റെ സെൻറ്റർ മുതലാണ് അളക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഔട്ട്സൈഡിൽ നമ്മളിപ്പോൾ ചെയ്തേ. രണ്ടാമത്തത് ഓൺ ദ സർഫസ് ആണെങ്കിലോ? രണ്ടാമത്തത് ഓൺ ദ സർഫസ്. ഓൺ ദ സർഫസ് ചെയ്യുമ്പോൾ ഓക്കെ, ഓൺ ദ സർഫസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നുണ്ടല്ലേ, ഇവിടെ ഗോസിയൻ സർഫസ് വരച്ചത്. ഇവിടെ കാണുകയാണെങ്കിൽ ഇവിടെയല്ലേ ഗോസിയൻ സർഫസ് വരക്കുക. അതിൽ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് അല്ലേ സ്മോൾ ആർ. അപ്പോൾ ഓൺ ദ സർഫസ്, ഇതിൻ്റെ ഓൺ ദ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ ഇവിടെയല്ലേ ഗോസിയൻ സർഫസ് വരക്കുക. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് അല്ലേ സ്മോൾ ആർ. അപ്പോൾ ഇവിടെ തന്നെ ഗോസിയൻ സർഫസ് വരക്കുക. എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണുന്നത് അവിടെയല്ലേ ഗോസിയൻ സർഫസ് വരക്കുക. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ അവിടെയല്ലേ ഗോസിയൻ സർഫസ് വരക്കുക. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് അല്ലേ സ്മോൾ ആർ. അപ്പോൾ ഇവിടെ തന്നെ ഗോസിയൻ സർഫസ് വരുമ്പോൾ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും എന്താവും? ഈക്വൽ ആവും. അപ്പോൾ ഓൺ ദ സർഫസ് ആകുമ്പോൾ സ്മോൾ ആർ ഈക്വൽ ക്യാപിറ്റൽ ആർ ആവും. അപ്പോൾ ഇതിൽ സ്മോൾ ആറിന് വരെ ക്യാപിറ്റൽ ആർ കൊടുത്തായി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താവും? ഈ ഫോമിൽ എന്താവും? 1/4πε0 ക്യൂ ബൈ സ്മോൾ ആറിന് വരും ക്യാപിറ്റൽ ആർ വരും, ക്യാപിറ്റൽ R² വരും. ഇനി ഈ ഫോമുല എടുക്കുന്നെങ്കിൽ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും എന്താ ഈക്വലായി. അപ്പോൾ ഈ സ്മോൾ ആറിന് വരും ക്യാപിറ്റൽ ആർ വരും. അപ്പോൾ ക്യാപിറ്റൽ R² കട്ടാവും. സോ ഇലക്ട്രിക് ഫീൽഡ് എന്താവും? സിഗ്മ ബൈ ε0 ആവും. ഇതൊന്നും കട്ടാവും. സ്മോൾ ആറും ക്യാപിറ്റൽ ആറും ഈക്വൽ ആവുമല്ലോ. അപ്പോൾ സിഗ്മ ബൈ ε0 വരും. ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുമെന്ന് വിചാരിച്ചു. ഇൻസൈഡിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസൈഡിൽ നമ്മൾ ഗോസിയൻ സർഫസ് വരക്കണം അല്ലേ. ഇൻസൈഡിൽ ഒരു ഗോസിയൻ സർഫസ് വരച്ചു. ഇതാണ് ഇപ്പോഴത്തെ ഗോസിയൻ സർഫസ്. ആ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആയിരുന്നു സ്മോൾ ആർ. അപ്പോൾ ഇൻസൈഡ് ചെയ്യുമ്പോൾ ഗോസിയൻ സർഫസ് ഇവിടെയാണ് വരിക അല്ലേ. അപ്പോൾ ഇൻസൈഡ് കാണണമെങ്കിൽ ഇൻസൈഡിലല്ലേ ഗോസിയൻ സർഫസ് വരക്കുക. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അപ്പോൾ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആയി ഇൻസൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള എന്താണ്? ഗോസിയർത്തിൻ്റെ ആപ്ലിക്കേഷൻ നോക്കും. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണുമ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വരും അല്ലേ. ഓക്കെ, ഈക്വൽ 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ്. എന്താണ് ചാർജ് എൻക്ലോസ്ഡ്? ഇത് ഗോസിയൻ സർഫസ് ആണെങ്കിൽ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്ന് വെച്ചാൽ ഈ ഗോസിയൻ സർഫസ് അതിൻ്റെ ഭാഗത്ത് ഏരിയയിൽ വരുന്ന ചാർജ്. ഗോസിയൻ സർഫസ് ഇവിടെ വരച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല. ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജിനെയാണ് ഇപ്പോൾ സർഫസിൽ വരക്കുകയാണെങ്കിൽ ആ ചാർജ് വരുവേ, ആ ചാർജിനെയും കൂടി ചാർജ് എൻക്ലോസർ എന്നാണ് വിളിക്കുക. പക്ഷേ ഗോസിയൻ സർഫസ് ഉള്ളിൽ വരച്ചാൽ ഈ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ എന്തില്ല? ചാർജ് ഇല്ല. ഒന്നുകിൽ അതിൻ്റെ സർഫസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെങ്കിലും ചാർജ് വരണം ഗോസിയൻ സർഫസിൻ്റെ. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജിനെയാണ് നമ്മൾ ചാർജ് എൻക്ലോസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ എന്തില്ല? ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് എൻക്ലോസർ എത്രയാ? 0. അപ്പോൾ റൈറ്റ് സൈഡ് ഇവിടെ 0 വരും. അപ്പോൾ ഈ റൈറ്റ് സൈഡ് 0 ആവും. അപ്പോൾ റൈറ്റ് സൈഡ് 0 ആയാൽ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ 0 അല്ലേ വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. കാരണം ചാർജ് എൻക്ലോസ്ഡ് എത്രയാണ്? 0 ആണ്.
ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല. അപ്പോൾ ഈ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞ സാധനം 0 ആവും, റൈറ്റ് സൈഡ് 0 ആവും. സോ ഇലക്ട്രിക് ഫീൽഡ് ബിക്കം 0 എന്ന് പറയുന്നത് ഒരു യൂണിഫോംലി ചാർജ് ഹോളോസ്ഫിയറിൻ്റെ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിൽ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇവിടെ R, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്. ഈ ക്യാപിറ്റൽ R വരെ, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആണ്. ക്യാപിറ്റൽ R വരെ ഇവിടെ ഒന്നും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എല്ലാം 0 ആണ്, ഉള്ളിലെല്ലാം ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സർഫസിലെത്തിയാലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ക്യാപിറ്റൽ ആറിലെത്തിയാൽ സർഫസിലെത്തിയാലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ക്യാപിറ്റൽ ആറിൽ. അതിൻ്റെ ഉള്ളിലൊന്നും ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇല്ലെങ്കിൽ ഗ്രാഫ് വരക്കണ്ട. ഇനി ഔട്ട്സൈഡിൻ്റെ ഫോമിൽ എങ്ങനെയാണ്? ഔട്ട്സൈഡിൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. ഇതല്ലേ ഔട്ട്സൈഡിലുള്ളത്. ഔട്ട്സൈഡിൽ R കൂടുന്നതിനനുസരിച്ച് R² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ R കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ സർഫസിലായിരിക്കും ക്യാപിറ്റൽ R, സർഫസിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും മാക്സിമം. ഇവിടെ ഗ്രാഫ് വരക്കാത്തതിന് കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഓക്കെ, സർഫസിൻ്റെ തൊട്ട് മുന്നേ വരെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. സർഫസിലെത്തിയാൽ മാക്സിമം ഉണ്ടാവും. പിന്നെ ഔട്ട്സൈഡിൽ അകലത്തിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായി വരും? കുറഞ്ഞു വരും. ഓക്കെ, ഇങ്ങനെയാണ് യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ 2 ആപ്ലിക്കേഷൻ കൂടി പഠിക്കാനുണ്ട് ഗോസ് തിയറത്തിൻ്റെ. പക്ഷേ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.